Hi friends, welcome back to Civil Engineers Decorum. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചാനലിലെ തേർഡ് തിയറി ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ തംബ്നെയിലെല്ലാം കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്രോസ് ഡ്രെയിനേജ് വർക്കിനെ കുറിച്ചാണ്. നമുക്കറിയാം LSGD AE എല്ലാം അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് പൊസിഷനിലേക്ക്. അപ്പോൾ എന്തായാലും ക്രോസ് ഡ്രെയിനേജ് വർക്ക്സിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും എല്ലാ PSC ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് PSC ക്വസ്റ്റ്യൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്വസ്റ്റ്യനെങ്കിലും ക്രോസ് ഡ്രെയിനേജ് വർക്കിൽ നിന്നും മസ്റ്റായിട്ടും കാണാറുണ്ട്. സോ എന്താണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്? ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഈസ് എ സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് when there is a crossing of canal and natural drain to prevent the drain water from mixing into canal water. ഒരു നാച്ചുറൽ ഡ്രെയിനും കനാലും ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ഒരു നാച്ചുറൽ ഡ്രെയിനും കനാലും ക്രോസ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. എന്തിനാണ് നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ in order to prevent the crossing of mixing of canal water and natural drain water. നാച്ചുറൽ ഡ്രെയിൻ വാട്ടറും കനാൽ വാട്ടറും മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രോസ് ഡ്രെയിനേജ് വർക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് ഡ്രെയിനേജ് വർക്കിന്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ ടു പ്രിവെന്റ് ദ ഡ്രെയിൻ വാട്ടർ ഫ്രം മിക്സിംഗ് ഇൻ ടു കനാൽ വാട്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ടൈപ്സ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യാറുള്ളത്. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് അക്യുഡക്റ്റ്. എന്താണ് അക്യുഡക്റ്റ്? അക്യുഡക്റ്റ് എന്ന് പറഞ്ഞാൽ കനാൽ ഓവർ ഡ്രെയിൻ. കനാൽ ആയിരിക്കും ഡ്രെയിനിന്റെ മുകളിലുണ്ടാവുക. നാച്ചുറൽ ഡ്രെയിന് താഴേക്കൂടെ ഒഴുകുന്നുണ്ടാവും, മുകളിലായിരിക്കും കനാൽ ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്യുഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് സൂപ്പർ പാസേജ്. സൂപ്പർ പാസേജ് എന്ന് പറഞ്ഞാൽ അക്യുഡക്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സൂപ്പർ പാസേജ്. സൂപ്പർ പാസേജിന്റെ കേസിൽ കനാൽ ആയിരിക്കും താഴെ വരുന്നത്, മുകളിൽ വരുന്നത് എന്തായിരിക്കും, നാച്ചുറൽ ഡ്രെയിൻ ആയിരിക്കും. അതാണ് സൂപ്പർ പാസേജ്. അപ്പൊ അക്യുഡക്റ്റ് എന്ന് പറയുമ്പോൾ കനാൽ മുകളിലും സ്ട്രീം താഴെയും. അക്യുഡക്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സൂപ്പർ പാസേജ്. കനാൽ താഴെ വരും, സ്ട്രീം മുകളിൽ വരും. നെക്സ്റ്റ് വരുന്നത് സൈഫൺ അക്യുഡക്റ്റ്. അക്യുഡക്റ്റിന്റെ തന്നെ ഒരു സബായിട്ടാണ് സൈഫൺ അക്യുഡക്റ്റ് വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞു അക്യുഡക്റ്റ് എന്ന് പറയുമ്പോൾ കനാൽ മുകളിലും സ്ട്രീം താഴെയുമായിരിക്കും. എന്നാൽ സൈഫൺ അക്യുഡക്റ്റിന്റെ കേസിൽ എന്താണ് വരുന്നത്, കനാലിന്റെ താഴെ വരുന്ന സ്ട്രീമിന്റെ പൊസിഷൻ, അതിന്റെ ബെഡ് കുറച്ച് ഡിപ്രസ്ഡ് ആയിരിക്കും, ഡിപ്രസ്ഡ് ബെഡ് ആയിരിക്കും. ഇതാണ് സ്ട്രീമിന്റെ ലെവല്. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. കനാലിന്റെ താഴെ വരുമ്പോൾ അത് ലേശം ഡിപ്രസ്ഡ് ആയിട്ട് കൊടുക്കും. അതാണ് സൈഫൺ അക്യുഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കനാൽ സൈഫൺ അല്ലെങ്കിൽ സൈഫൺ സൂപ്പർ പാസേജ് എന്താണ്? സൂപ്പർ പാസേജിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ആണ് സൈഫൺ സൂപ്പർ പാസേജ്. അപ്പൊ എന്താണ് സൂപ്പർ പാസേജ്? നമ്മൾ പറഞ്ഞു അല്ലെ, കനാലും താഴെയും സ്ട്രീമും മുകളിലുമാണ് വരുന്നത്. അപ്പൊ സൈഫൺ സൂപ്പർ പാസേജ് എന്ന് പറയുമ്പോൾ എന്താണ്, താഴെ വരുന്ന കനാലിന്റെ ബെഡ് ലെവൽ നമ്മൾ കുറച്ച് ഡിപ്രസ് ചെയ്ത് കൊടുത്തിരിക്കും. സ്ട്രീമിന്റെ താഴെ വരുന്ന കനാലിന്റെ ബെഡ് ലെവൽ കുറച്ച് ഡിപ്രസ്ഡ് ചെയ്തിട്ടായിരിക്കും സൈഫൺ സൂപ്പർ പാസേജിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, HFL ഓഫ് കനാൽ ബിലോ ബെഡ് ലെവൽ ഓഫ് ഡ്രെയിൻ. HFL ഓഫ് കനാൽ ബിലോ ദ ബെഡ് ലെവൽ ഓഫ് ഡ്രെയിൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ ഇത്തിരി ഡിപ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ബെഡ് ലെവല്. അപ്പൊ അങ്ങനെയാണ് സൈഫൺ അക്യുഡക്റ്റും കനാൽ സൈഫണും അക്യുഡക്റ്റും സൂപ്പർ പാസേജും. ഓക്കെ, ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ വരുന്നതാണ്, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ലെവൽ ക്രോസിംഗ്. ലെവൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ കനാലും ഡ്രെയിനും സെയിം ലെവലിലായിരിക്കും ഉണ്ടാവുക. മറ്റതിലൊക്കെ നമ്മൾ ലെവൽ ഡിഫറൻസ് പറഞ്ഞിരുന്നു, മുകളിലും താഴെയായിട്ടാണ് വരുന്നത്. എന്നാൽ ലെവൽ ക്രോസിംഗിൽ വരുമ്പോൾ കനാലും ഡ്രെയിനും സെയിം ലെവലിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, റെഗുലേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് കനാലിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ റിവറിന്റെ റെഗുലേറ്റേഴ്സ് നമ്മൾ ക്ലോസ് ചെയ്യും. അതുപോലെ റിവറിലൂടെ വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ കനാലിന്റെ റെഗുലേറ്റേഴ്സ് ക്ലോസ് ചെയ്യും. അത്തരത്തിലാണ് നമ്മൾ ലെവൽ ക്രോസിംഗ് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലാസിഫിക്കേഷൻസേ ക്രോസ് ഡ്രെയിനേജ് വർക്കിനുള്ളൂ. 5 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. അക്യുഡക്റ്റ്,
സൂപ്പർ പാസേജ്, സൈഫൺ അക്യുഡക്റ്റ്, സൈഫൺ സൂപ്പർ പാസേജ്, ലെവൽ ക്രോസിംഗ്. അക്യുഡക്റ്റിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ആണ് സൈഫൺ അക്യുഡക്റ്റ്. അതുപോലെ തന്നെ സൂപ്പർ പാസേജിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ആണ് സൈഫൺ സൂപ്പർ പാസേജ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, അക്യുഡക്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സൂപ്പർ പാസേജ് വരുന്നത്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്നാലും ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. Okay, thank you.